ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ട്രാവലിംഗ് വ്ളോഗാണ്. നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തതായിരുന്നു. ഇന്നലെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തതാണ്. നമ്മളിന്ന് ഗുരുവായൂർ പോവാണ്. എല്ലാവരും ഒന്നുമില്ല, ഞാനും അമ്മയും പിന്നെ ഇളയമ്മയുണ്ട്, ശ്രീജളയമ്മേൻ്റെ മോൾ അഞ്ചും, പിന്നെ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട് പൊന്നുവേച്ചി. നമ്മൾ 5 ആളും കൂടിയിട്ടാണ് പോകുന്നത്. അപ്പം ഗുരുവായൂർ റൂമും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തു. നമ്മൾ KSRTCയിലാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 12:30 ആയിട്ടുണ്ട്. നമുക്കൊരു മണിയൊക്കെ കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. 2 മണിക്കാണ് കോഴിക്കോട് നിന്ന് അവിടുത്തെ ഗുരുവായൂരേക്കുള്ള ബസ്. അങ്ങനെ നമ്മൾ വൈകുന്നേരം ഗുരുവായൂരെത്തി. ഗുരുവായൂർ അമ്പലത്തിനുള്ളിൽ കയറി തൊഴുത് നാളെ ചോറ്റാനിക്കരയൊക്കെ പോയിട്ട് തിരിച്ചു വരാനാണ് പ്ലാൻ. അപ്പോൾ പാക്കിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. ഞാനിത് റെഡിയായി. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വേഗം തന്നെ ഇറങ്ങും. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നിങ്ങൾക്ക് വഴിയെ കാണാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് 1 മണിയൊക്കെ ആയപ്പം തന്നെ ശ്രീജളയമ്മയും അഞ്ചും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലിറങ്ങി നേരെ ബസ് സ്റ്റോപ്പിൽ പോയി ബസ്സിന് വെയിറ്റ് ചെയ്യാണ്. കുറച്ച് സമയം കാത്തിരിക്കേണ്ടി വന്നുള്ളൂ. വേഗം തന്നെ ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പോകുന്ന വഴിക്ക് കണ്ടതായിരുന്നു ഈ ബോഗൻവില്ല. നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ ചുറ്റും ചെറിയ ചെടികളായിട്ട് നടുക്ക് ഒരു വലിയ ബോഗൻവില്ലേൻ്റെ മരം. പിന്നെ നമ്മൾ നേരെ പോയിട്ട് KSRTC സ്റ്റാൻഡിൻ്റെ അടുക്ക് ഇറങ്ങി. നമ്മൾ ആദ്യം ഒരു ബസ് കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു 2 കാലങ്ങാറ്റാകുമ്പോഴേക്ക് എടുക്കുന്നതാണ് പറഞ്ഞത്. പക്ഷേ എങ്കിൽ പൊന്നുവേച്ചി വരാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമുക്കതിൽ പോകാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ നെക്സ്റ്റ് ബസ്സിൽ കയറി. അത് വേഗം തന്നെ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ അടുത്ത ബസ് വന്നിട്ടുണ്ടായിരുന്നു. നല്ല ചൂടായിരുന്നു. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ലുലു മോളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ലുലു മാൾ ഓപ്പൺ ചെയ്തിട്ട് ഇതുവരെ നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. അമ്മയൊക്കെ പോയി, പക്ഷെ ഞാനും ദീപുവായിട്ടും പോവാന്ന് വിചാരിച്ച് നിന്നിട്ട് ഓരോ കാരണങ്ങളും കൊണ്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. എന്തായാലും വേഗം തന്നെ നമുക്ക് പോകാം. അങ്ങനെ നമ്മൾ തിരൂരെത്തിയപ്പോഴായിരുന്നു തോന്നുന്നുണ്ട് കടലക്കയും പിന്നെ നമ്മുടെ കപ്പലണ്ടി മുട്ടായിയും ഇതെന്തോ ഇഞ്ചി മുട്ടായി ആയിരുന്നു തോന്നുന്നുണ്ട്, അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കടലക്കയൊക്കെ കഴിച്ച് കപ്പലണ്ടിയും കഴിച്ച് ഇഞ്ചി മുട്ടായി കഴിച്ചില്ല, അത് നല്ല എരിവുണ്ടായിരുന്നു. അപ്പോൾ ശ്രീജളമ്മയും ഞാനുമാണ് ഒരുമിച്ച് ഇരുന്നിട്ടുണ്ടായത്. അമ്മയും പൊന്നുവേച്ചി ഒരു സീറ്റിലും അഞ്ചു വേറെ സീറ്റിലായിരുന്നു. വെയിൽ എന്നൊക്കെ വെച്ച് ഞാൻ നല്ല വെയിലായിരുന്നു. ഞാൻ കുറച്ച് സമയമൊക്കെ ഉറങ്ങി, പക്ഷേ വെയിൽ കാരണം നമുക്ക് അധിക ടൈം ഉറങ്ങാൻ പറ്റിയില്ല. പിന്നെ പൊന്നാനിയൊക്കെ എത്തിയ ടൈം നല്ല കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു. ഫുള്ള് പുഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം നമ്മളടുത്ത് തിരൂരിൽ നിന്ന് ഒരാൾ കയറിയിട്ടുണ്ടായിരുന്നു. അയാൾ പൊന്നാനി അങ്ങാറ്റാ തോന്നുന്നു ഇറങ്ങിയിട്ടുണ്ടായത്. മൂപ്പരായിട്ട് നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറേ സംസാരിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ നമ്മുടെ നാട്ടിൻ്റെ വിശേഷവും അവരവരുടെ നാട്ടിൻ്റെ വിശേഷമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 5 മണിക്ക് മുന്നേ തന്നെ നമ്മൾ ഗുരുവായൂർ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പടിഞ്ഞാറേ നടേൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിലാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ KSRTC സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഒരു 5 മിനിറ്റൊക്കെ നടക്കേണ്ട ദൂരെ ഉണ്ടായിട്ടുള്ളൂ. ബാലകൃഷ്ണ റെസിഡൻസിയിലാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായത്. നല്ല ഒരു പുതിയ ഹോട്ടലായിരുന്നു തോന്നുന്നുണ്ട്. അതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നല്ല ക്ലീൻ ആയിരുന്നു, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഹോട്ടലിൽ കയറി കുറച്ച് സമയം അവിടെ ഇരുന്ന് അവർ ഫോർമാലിറ്റിയും കാര്യങ്ങളൊക്കെ തീർത്തതിന് ശേഷം നമ്മൾ നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ 3rd ഫ്ലോറിലായിരുന്നു നമ്മൾ റൂം എടുത്തിട്ടുണ്ടായത്. ഫസ്റ്റ് നോൺ AC ആണ് എടുത്തിട്ടുണ്ടായത്. പക്ഷെ ഒന്ന് കുളിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ ഭയങ്കര ചൂട്, ഹ്യൂമിഡിറ്റി ഒക്കെ കൂടുതലാണ് അവിടെ. അപ്പോൾ നമ്മൾ അവിടുന്ന് മാറിയിട്ട് പിന്നെ 2nd ഫ്ലോറിലേക്ക് AC നമ്മൾ ചേഞ്ച് ചെയ്തു. നമ്മളങ്ങനെ ഇവിടെ എത്തി, കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി. ഭയങ്കര ചൂടാണ് ഇവിടെ, പുറത്ത് നല്ല കാറ്റുണ്ട്. അപ്പോൾ ഞാനൊന്ന് കുറച്ച് കാറ്റ് കൊള്ളാൻ വന്നതാ. നമ്മളിപ്പോൾ ഉള്ളത് ബാലകൃഷ്ണ റെസിഡൻസിയിലാണ്. കറക്റ്റ് നടേൻ്റെ തൊട്ട് മുൻപിലാണ്. ഞാൻ പോകുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നല്ല ചൂടുണ്ട്, എന്താണെന്നറിയില്ല. പിന്നെ ആൾക്കാരൊക്കെ കൂടുന്ന സ്ഥലമാകുമ്പോൾ എന്തായാലും ചൂടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം, കാണുന്നുണ്ടോ? ഒരു ചുരിദാറാണ്. ഇനിയിപ്പോൾ തിരക്കുണ്ടാവുമോ എന്നൊന്നും അറിയില്ല. പുറത്തൊക്കെ സാധാരണത്തേക്കാളും ബാക്ക്ഗ്രൗണ്ട് നോയിസ് തിരക്ക് കുറവായിരുന്നു. നമുക്ക് എന്തായാലും പോയി നോക്കാം. നമ്മളപ്പോൾ റിസപ്ഷനിൽ വിളിച്ച് ചോദിച്ചപ്പോൾ തന്നെ അവർ റൂം ചേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആദ്യം പോയ റൂമിൽ നമ്മൾ ജസ്റ്റ് കുളിച്ചിറങ്ങുക അല്ലാണ്ട് വേറെ നമ്മളങ്ങനെ വൃത്തികേടൊന്നും ആക്കിയിട്ടിട്ടുണ്ടായിട്ടില്ല. ക്ലീൻ ആയിട്ട് തന്നെ ഉണ്ടായത്. അങ്ങനെ നമ്മൾ നേരെ 2nd ഫ്ലോറിലേക്ക് വന്നു. റൂമൊക്കെ സെയിം ആണ്, വലിയ വ്യത്യാസമോ കാര്യങ്ങളൊന്നുമില്ല. AC ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നല്ല വൃത്തിയുള്ള റൂമൊക്കെ ആയിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനിയിപ്പം അമ്പലത്തിലേക്ക് പോവാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ നടേൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ നേരെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കാണുന്നത് പടിഞ്ഞാറേ നടയാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. ആളും തിരക്കൊക്കെ പൊതുവേ സാധാരണ സമയങ്ങൾ അപേക്ഷിച്ച് കുറവായിരുന്നു. വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ദീപാരാധനയുടെ സമയമാകുമ്പോഴെത്താമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. 6 മണിക്കാണ് ദീപാരാധന സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ അതിന് മുന്നേ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ക്ലോക്ക് റൂമിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ അതിന് മുന്നേ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോണൊക്കെ അവിടെ വെച്ച് നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറി. അത്താഴ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായത്. ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ
നമുക്ക് 2 പ്രാവശ്യം തൊഴാൻ പറ്റി. നല്ല രീതിയിൽ തന്നെ ഭഗവാനെ കണ്ടു തൊഴാൻ പറ്റി. അത് കഴിഞ്ഞ് നമ്മൾ പായസമൊക്കെ വാങ്ങി വന്നു. അപ്പോൾ ശീവേലീൻ്റെ സമയമായതുകൊണ്ട് തന്നെ ആന അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇത് പുറത്തുണ്ടായ ആനയായിരുന്നു തോന്നുന്നുണ്ട്. 3 ആന ഓൾറെഡി അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. ശീവേലി തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് സമയം എന്തായാലും എടുക്കുമല്ലോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നടേൻ്റെ പരിസരത്തിനുള്ളൊരു ഹോട്ടലിലാണ് നമ്മൾ കയറിയിട്ടുണ്ടായത്. പേര് ഞാൻ മറന്നുപോയി. നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ മസാല ദോശ എല്ലാവരും ഓർഡർ ചെയ്തിട്ടുണ്ടായത്. നല്ല ഫുഡായിരുന്നു. ദോശയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ചൂടോടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഓരോ ഗ്ലാസ് കാപ്പിയൊക്കെ കുടിച്ച് പായസവും നമ്മൾ അവിടെ നിന്ന് തന്നെ കുടിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ശീവേലി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉള്ളിൽ കയറിയില്ല. പിന്നെയും ഫോണൊക്കെ അവിടെ വെക്കേണ്ടതുകൊണ്ട് നമ്മൾ പുറത്ത് നിന്നിട്ട് നമ്മൾ ശീവേലിയൊക്കെ കണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങേണ്ടിയിട്ട് പോയി. ഞാനൊരു കുഞ്ഞു ഗുരുവായൂരപ്പൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ കാറിലൊക്കെ വെക്കുന്ന ഒരു ടൈപ്പില്ലേ, അങ്ങനത്തെ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ക്ലിപ്പും മുടിക്ക് കെട്ടുന്നതും കുങ്കുമം ഒക്കെ വാങ്ങി. പിന്നെ ഞാൻ നല്ലൊരു കുങ്കുമച്ചെപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഗണപതിൻ്റെ ഫോട്ടോ ഒക്കെ വരുന്ന നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ കുങ്കുമം തന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചു. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ നേരെ റൂമിലേക്ക് പോയി ഫ്രഷായി പിന്നെ കിടന്നുറങ്ങി. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് സെക്കൻഡ് ഡേ ആണ്. നമ്മളിത് രാവിലെ എണീറ്റ് റെഡി ആയിട്ടുണ്ട്. പൊന്നേച്ചി ഇവിടെ ഉണ്ട്. പൊന്നേച്ചി, അപ്പം ബാക്കിയുള്ളവരൊക്കെ താഴേക്ക് പോയി. നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി ചോറ്റാനിക്കര പോകണം. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടിട്ട് ഇനി ബാക്കി ചോറ്റാനിക്കരത്തെ വിശേഷങ്ങൾ കാണാം. നമ്മളപ്പോൾ ഒരു 5 മണിക്ക് മുന്നേ തന്നെ റെഡി ആയിട്ട് റൂമിൽ നിന്ന് ഇറങ്ങേണ്ട പ്ലാനിലായിരുന്നു. അപ്പോൾ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. പിന്നെ താഴേക്ക് പോയി നമ്മുടെ അവിടുത്തെ പൈസയും കാര്യങ്ങളൊക്കെ ബാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ കണ്ടതാട്ടോ ഈ കൃഷ്ണ വിഗ്രഹം. നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ ഉരുളിയിൽ വെള്ളത്തിൽ പൂക്കളൊക്കെ ഇട്ട് കൃഷ്ണനെ വെച്ചിട്ട് പിന്നെ അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ലൈറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ നടേൻ്റെ അടുത്തേക്ക് പോയി ഒന്ന് തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ നേരെ നടയിൽ പോയി അവിടുന്ന് തൊഴുത്. അപ്പോൾ നടേൻ്റെ മുമ്പിൽ ഒരു കൃഷ്ണ വിഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസം വെച്ച വിഗ്രഹം അല്ലായിരുന്നു. നെക്സ്റ്റ് ഡേ നോക്കിയപ്പോൾ മാറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് ഈ അമ്മേൻ്റെ അടുക്കുന്ന കുറച്ച് മുല്ലപ്പൂ ഒക്കെ വാങ്ങി. ജസ്റ്റ് എനിക്ക് മാത്രമേ വാങ്ങിയുള്ളൂ, വേറെ ആരും അങ്ങനെ മുല്ലപ്പൂ ഒന്നും വെക്കുന്നില്ല പറഞ്ഞ്. അങ്ങനെ അവിടുന്ന് തന്നെ അവർ സ്ലൈഡും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി മുടിക്ക് വെച്ചതിന് ശേഷം നമ്മൾ നേരെ KSRTC സ്റ്റാൻഡിലേക്ക് പോയി. അപ്പം 5:30ക്ക് ഒരു ബസ് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോയ ടൈം ബസ് അവിടെ വന്നിട്ടുണ്ടായിട്ടില്ല. നമ്മൾ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തപ്പം തന്നെ വേഗം ബസ് വന്നിട്ടുണ്ടായിരുന്നു. വേഗം സീറ്റൊക്കെ പിടിച്ച് എല്ലാവരും ഓരോ ഭാഗത്ത് വിൻഡോ സൈഡിലായിട്ടാണ് ഇരുന്നിട്ടുണ്ടായത്. ഗുരുവായൂരിൽ നിന്ന് നമ്മൾ എറണാകുളത്തേക്ക് പോകുന്ന ബസ്സിലാണ് കയറിയിട്ടുള്ളത്. ഇനിയിപ്പോൾ എറണാകുളം പോയി ഇറങ്ങിയിട്ട് അവിടുന്ന് ചോറ്റാനിക്കരയ്ക്ക് വേറെ ബസ്സിന് പോകണം. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറിയ ടൈം നല്ല ഇരുടായിരുന്നു. ഞാനൊരു ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റപ്പം തന്നെ നല്ല വെളിച്ചം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എറണാകുളത്ത് എത്തി. ഞാൻ 9th പഠിക്കുന്ന ടൈം സ്കൂൾ ടൂറിന് പോയിട്ടുണ്ടായിരുന്നു എറണാകുളത്തേക്ക്. പിന്നെ ഇപ്പോഴാണ് പോകുന്നത്. അപ്പോൾ എന്താ പറയുക, ഒരു ബാംഗ്ലൂർ ഞാൻ പിന്നെയും മുന്നേ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതേപോലെയൊക്കെയാണ് തോന്നുന്നത്. ഫുള്ള് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി. നമ്മൾ ഇറങ്ങിയ സ്റ്റോപ്പിൻ്റെ അടുത്ത് നിന്ന് തന്നെ ചോറ്റാനിക്കരയ്ക്ക് ബസ് ഉണ്ടായിരുന്നു. ബസ് സ്റ്റാൻഡ് തന്നെയാണ്. അങ്ങനെ നമ്മൾ നേരെ ചോറ്റാനിക്കരയ്ക്കുള്ള ബസ്സും കയറി. അതിലും വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. സ്റ്റാൻഡിൽ നിന്ന് എടുക്കുന്നതാണല്ലോ. അപ്പോൾ നമുക്ക് വേഗം സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര ബ്ലോക്കായിരുന്നു. ഇപ്പോൾ 2 മണിക്കൂറൊക്കെ ദൂരമുള്ള സ്ഥലത്ത് തന്നെ 3 മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് എത്തുക. അപ്പോൾ നമ്മൾ അങ്ങനെ ആ ബസ്സിൽ കയറിയപ്പോഴാണ് കുറച്ച് ലേറ്റ് ആയത്. അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി, ചോറ്റാനിക്കര ഇറങ്ങി. ബസ് സ്റ്റോപ്പിൽ നിന്ന് കുറച്ച് അങ്ങോട്ടേക്ക് ബാക്കോട്ടേക്ക് നടക്കാനുണ്ട് അമ്പലത്തിലേക്ക്. അപ്പോൾ നമ്മൾ അവിടെ ഫോൺ അലൗഡ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോസ് എടുക്കുന്നതിലൊന്നും കുഴപ്പമില്ല. അങ്ങനെ നമ്മളിത് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. നമ്മളുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ നമ്മൾ ചെരുപ്പും ലഗേജും ഒക്കെ അവിടുത്തെ ക്ലോക്ക് റൂമിലേക്ക് കൊടുത്തു. ഇനി നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ഞാൻ ഇതുവരെ ചോറ്റാനിക്കര പോയിട്ടുണ്ടായിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അപ്പം നമ്മൾ ആദ്യം അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി തൊഴുത് പ്രാർത്ഥിച്ച് നമുക്ക് കുറച്ച് വഴിപാടൊക്കെ കഴിക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചതിന് ശേഷം അമ്പലത്തിൻ്റെ താഴെ വേറെ പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ അവിടെയും തൊഴുതതിന് ശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് ഇനിയിപ്പം കണ്ണൂർ, അതായത് കോഴിക്കോടേക്ക് വരേണ്ട പ്ലാനിലാണ്. കണ്ണൂർ എന്നാണ് അറിയാണ്ട് പറഞ്ഞു പോയത്. അപ്പോൾ കോഴിക്കോടേക്ക് വരേണ്ട പ്ലാനിലാണ്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ അവിടെ നിന്ന് തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളിനി ട്രെയിനിലാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം. 1:30 ട്രെയിൻ ഉണ്ടായത്. മംഗളയായിരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ എറണാകുളം സൗത്ത് പോയി ഇറങ്ങി. അവിടുന്ന് നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് നല്ല ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി ഉച്ചയൂണൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ ഓട്ടോവും പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അവിടുന്ന് ടിക്കറ്റ് എടുത്തു. നമ്മൾ 5 ആളാണല്ലോ.
ട്രെയിൻ എറണാകുളത്ത് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഓൾറെഡി അവിടെ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ട്രെയിനിൻ്റെ അടുത്തേക്ക് പോയി. ഇതിൽ 4 ജനറൽ കമ്പാർട്ട്മെൻറ്റും ബാക്കിയൊക്കെ റിസർവ്ഡ് ആയിരുന്നു. അപ്പോൾ നമുക്ക് തിരിച്ച് വരുമ്പോൾ ട്രെയിനിൽ വരേണ്ട പ്ലാൻ ഉണ്ടായിട്ടില്ല. നമ്മൾ തിരിച്ചും ബസ്സിൽ തന്നെ വരാമെന്നുള്ളതുകൊണ്ട് റിസർവേഷൻ ഒന്നും ചെയ്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ നമുക്കെന്തോ ഭാഗ്യത്തിന് സീറ്റ് കിട്ടീന്. ഞാനും അമ്മയും ഒരു സൈഡിലും പിന്നെ ബാക്കി 3 ആൾ ശ്രീജളമ്മയും അഞ്ചും പൊന്നു വെച്ച് അപ്പുറത്തെ സൈഡിലായിരുന്നു. നല്ല തിരക്കായിരുന്നു. ഞാൻ കുറച്ച് സമയം ഒന്ന് ഉറങ്ങി. കുറച്ച് സമയം എന്ന് വെച്ചാൽ ഒരു അരമണിക്കൂർ അങ്ങാറ്റേ ഉറങ്ങാൻ പറ്റിയിട്ടുള്ളൂ. ചൂട് കാരണം ഉറങ്ങാനൊന്നും പറ്റുന്നുണ്ടായിട്ടില്ല. അങ്ങനെ നമ്മളൊരു 4:30-5 മണിയൊക്കെ ആയപ്പോൾ തന്നെ കോഴിക്കോട് എത്തി. ഇനി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് യാത്രാ വിശേഷങ്ങൾ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.